ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളാണ് മീനാക്ഷി. ദിലീപും മഞ്ജുവും തമ്മിൽ വേർപിരിഞ്ഞ ശേഷം മീനാക്ഷി ജീവിക്കുന്നത് അച്ഛനായ ദിലീപിനൊപ്പമാണ്. ചെന്നൈയിലാണ് മീനാക്ഷി ഇപ്പോൾ തന്റെ പഠനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴേക്കുമാണ് കുടുംബവുമായി കാര്യങ്ങൾ ചിലവഴിക്കാൻ അല്ലെങ്കിൽ സന്തോഷങ്ങൾ ചിലവഴിക്കാനായി മീനാക്ഷി നാട്ടിലേക്ക് എത്തുന്നത്. കാവ്യയുടെ പിറന്നാൾ ആഘോഷവും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ പിറന്നാളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ആഘോഷമാക്കാൻ ഒന്നാമത് നിൽക്കുന്നത് എപ്പോഴും മീനാക്ഷി തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു മീനാക്ഷിയുടെ 22ാം പിറന്നാൾ ആഘോഷിക്കേണ്ടായിരുന്നത്. മീനാക്ഷിക്ക് 22 വയസ്സ് തികഞ്ഞത്. നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷിക്ക് ആശംസകളുമായി എത്തിയത്. എന്നാൽ അച്ഛനും അമ്മയും, അതായത് ദിലീപും മഞ്ജു വാര്യറും എന്തുകൊണ്ടാണ് മീനാക്ഷിയുടെ അടുത്തേക്ക് ഓടിയെത്താത്തതെന്ന് എല്ലാ പേരും ചോദിച്ചിരുന്നു. രണ്ടാം അമ്മയായ കാവ്യയുടെ ബർത്ത്ഡേ പാർട്ടി പോലും ആഘോഷമാക്കാൻ മുന്നിട്ട് നിന്ന മീനാക്ഷിക്ക് എന്തുകൊണ്ട് കാവ്യ ഒരു ആശംസ പോലും നൽകിയിരുന്നില്ല എന്ന് എല്ലാ പേരും ചോദിച്ചിരുന്നു. അതേസമയം ഇന്നലെ വൈകുന്നേരം തന്നെ ചെന്നൈയിലേക്ക് മഞ്ജു വാര്യർ എത്തിയിരുന്നതായി എന്നുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പുതിയതായി പുറത്തുവരുന്ന ചിത്രങ്ങളിൽ കാവ്യ മാധവനും മീനാക്ഷിയും അതുപോലെ തന്നെ ദിലീപും ഒരുമിച്ചിരുന്ന ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു പാർട്ടി ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷമാണ് ഇതെന്നാണ് ആരാധകർ പറയുന്നത്. കാവ്യമാധവന്റെയും മറ്റും ഫാൻസ് പേജുകളിലൂടെയാണ് ഈ ചിത്രം പുറത്തു വന്നിരിക്കുന്നതും. ഇന്നലെ അച്ഛൻ എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇന്ന് മകളുടെ പിറന്നാളിന് അച്ഛൻ ഓടിയെത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അച്ഛൻ മാത്രമല്ല, രണ്ടാം അമ്മയായ കാവ്യയും മീനാക്ഷിക്കൊപ്പമുണ്ട്. ഇരുവരും ചേർന്ന് മീനാക്ഷിയുടെ ബർത്ത്ഡേ ആഘോഷം പൊടിപൊടിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മീനാക്ഷിയുടെയും അതുപോലെ തന്നെ കാവ്യയുടെയും ദിലീപിന്റെയും ഒക്കെ ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ പറയുന്നതും. മീനാക്ഷിയുടെ ബർത്ത്ഡേ ഇനിയായിരിക്കും പൊടിപൊടിക്കുക എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും അച്ഛനും അമ്മയും മകളും കൂടി ചേർന്ന് പുറത്തിരുന്ന് ഈ ഒരു സന്തോഷ നിമിഷം പങ്കുവയ്ക്കുന്നത് കണ്ടപ്പോൾ ഇതുവരെയുള്ള പരാതികളൊക്കെ മാറിയല്ലോ എന്നാണ് എല്ലാ പേരും ചോദിക്കുന്നതും.